എത്നിക് വീവ്സ് എനിക്ക് ഗിഫ്റ്റ് തന്ന ഒരു സെൽവാറാണ്. അതാ അപ്പോഴത്തേക്ക് ഇന്ന് അമ്മ നമ്മുടെ വീട്ടിൽ വന്നപ്പോൾ ഒരു സെൽവാറും എടുക്കാതെ വന്നു. അതെ അങ്ങനെ എൻ്റെ ഈ സെൽവാറൊക്കെ ഇട്ടതാ സുന്ദരിയായിട്ട് നിൽക്കുക. വാ, ഞങ്ങൾ ട്രിവാൻഡ്രം ക്ലബ്ബിൽ ലഞ്ച് കഴിക്കാൻ വന്നു. വെൽക്കം ഡ്രിങ്ക്. വെൽക്കം ഡ്രിങ്ക് കൊള്ളാമോ? അയ്യോ, അടിച്ചോണ്ടത് പോവല്ലേ. നമുക്കുണ്ടല്ലോ ഇങ്ങനത്തെ ഗ്ലാസ്. കുറേ നാളിന് ശേഷം ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഫുഡ് കഴിക്കണം. പാരൻസ് വീട്ടിൽ വരുമ്പോൾ ഒക്കെ അമ്മ പറയും അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡാഡിക്ക് അമ്മയ്ക്ക് ട്രിവാൻഡ്രം ക്ലബ്ബിൽ ഊണ്, ഇവിടുത്തെ മീൻകറി ഭയങ്കര. ട്രിവാൻഡ്രത്ത് വളരെ ഫേമസ് ആയ ഒരു സ്ഥലമാണ് ഇവിടുത്തെ മീൽസ്, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ഓസിക്ക് കിംസിൽ ചെക്കപ്പ് ഉള്ള ദിവസമാണ്. 2 o'clock മുമ്പ് അവിടെ എത്തണം. ഞങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് റിപ്പയർ വർക്കുള്ള ദിവസമാണ്. ഞങ്ങൾ എല്ലാവരോടും പറയുന്നത് സ്പെഷ്യലായിട്ടൊന്നും ആക്കണ്ട, സിമ്പിളായിട്ട് എന്തെങ്കിലും ആക്കിയാൽ മതി. ഓസി എന്തെങ്കിലും ആക്കിയാൽ മതി. ലഞ്ച് കഴിക്കാൻ ഇഷാനിയും ഹൻസും വന്നില്ല, പക്ഷെ അവർക്ക് കുറച്ച് പ്രോൺസ് ഫ്രൈ ആക്കാനുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇന്നൊരു ഫിഷ് കറി വെക്കുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ ഞങ്ങളുടെ ഒരു കിച്ചണിൽ വെച്ച ഒരു സ്റ്റവിൻ്റെ സംഭവം മാറ്റാനായിട്ട് അതിന് ചെറിയ കംപ്ലയിൻ്റ് ഉണ്ട്. ഒരു ഗ്രൂപ്പ് വരും. ഓസി അച്ഛനും എത്തി ലഞ്ച് കഴിക്കാൻ. ഞാൻ ജപ്പാനിൽ വാങ്ങിച്ച ഷർട്ട്. പാൽക്കപ്പ ആൻഡ് ബീഫ്. ഇഷ്ടപ്പെട്ടോ? കൊള്ളാമോ? വേണോ? അരമണിക്കൂർ കഴിഞ്ഞാൽ എനിക്കൊരു കടയിൽ പോകണം, വീട്ടിലത്തേക്ക് ഒരു സാധനം. അപ്പൊ ഇതൊന്നും ദഹിപ്പിക്കും. എന്നിട്ട് ഫുഡ് ബേബി ഒന്ന് വാങ്ങി ഷെയർ ചെയ്യണോ, 2 വാങ്ങണോ? വേണോ വേണ്ടേന്ന് ആലോചിച്ചിട്ടേ, പക്ഷെ 2 പറയാൻ ചിന്തിക്കേണ്ടേ വന്നില്ല. രാത്രി കഴിക്കാൻ മീൻകറിയും പാർസൽ. എന്ത് വേണോ ഇനി? സ്വന്തം ചുടുകാർ അല്ലെങ്കിൽ കണ്ടാ പറയില്ല കേട്ടോ. ഫോട്ടോ കണ്ടിട്ട് ചോദിക്കും. അപ്പൊ എന്ത് പറഞ്ഞു? എന്റെ മോളേന്ന് വശീകരിച്ച് വാങ്ങിച്ചു. പക്ഷെ ഇത് കൊള്ളാം കേട്ടോ. ഇത് അമ്മയ്ക്ക് ഞാൻ കൊടുത്തേക്കും. നല്ല ഭംഗിയുണ്ട്. എത്നിക് വീവിലെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാ. എത്നിക് വീവിലെ ചേച്ചി എനിക്ക് ഗിഫ്റ്റ് ആയിട്ടാ. അത് നല്ല വില കൂടിയതാ. ഇത് വീഡിയോ വേഗം കാർ കയറ, കാർ ബ്ലോക്ക് ആവും. വാ ഏത് പാട്ടാ? ഞാൻ കേട്ടിട്ടില്ല പാട്ട്. പോയ 2-3 മാസമായിട്ടുള്ള എൻ്റെ സ്ഥിരം റൊട്ടീനാണ് ഓസിയുടെ കൂടെ ഇവിടെ കിംസിൽ ചെക്കപ്പിന് വരിക. അതൊക്കെ നടക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുക. ഇനിയിപ്പോൾ എത്ര ദിവസം കൂടെ വരേണ്ടി വരുന്നത് നിങ്ങളുടെ. ഇപ്പോൾ നമ്മൾ 5 ദിവസം മുന്നേ വന്നിരുന്നു. അപ്പോൾ അവരിന്ന് വരാൻ പറയുന്നത് സാറ്റർഡേ. ഇന്നിപ്പോൾ എല്ലാം നോക്കിയിട്ട് വീണ്ടും വരാൻ പറയും. ഇന്നലെയൊക്കെ കുറേ വീഡിയോ യൂട്യൂബിൽ കിടക്കുന്ന ആരോ ഇട്ടേക്കുന്ന ദിയ പ്രസവിച്ചു എന്തൊക്കെയോ പറഞ്ഞിട്ട്. ഓസി പണ്ട് മറ്റേ പ്രഗ്നൻ്റ് ആയി വോമിറ്റിംഗ് ഉള്ളപ്പോൾ ഡ്രിപ്പ് എടുക്കാൻ പോയപ്പോൾ എടുത്ത വീഡിയോ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന ഏതോ ഒരു വീഡിയോ നമ്മൾ ഇൻസ്റ്റാ സ്റ്റോറി എന്തോ ആരായിട്ടുണ്ട്. അതൊക്കെ എടുത്ത് നമ്മുടെ എൻ്റെ ഓസിയുടെ തലയൊക്കെ കാണിച്ച് ഏതോ പ്രസവിച്ച് കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ്. എന്തായാലും യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ടാക്കുന്ന ചിലരിലേക്ക് എങ്ങനത്തെ വീഡിയോസ് ആയിരുന്നു. അത് കണ്ടിട്ട് ഞാനിങ്ങനെ നമ്മളറിയില്ലല്ലോ. അവ കുറച്ച് റിലേറ്റീവ്സ്, അശ്വിൻ്റെ ഫാമിലിയിൽ കുറച്ച് റിലേറ്റീവ്സൊക്കെ അവർ വിളിച്ചേക്കുന്നു. അശ്വിൻ്റെ അമ്മ വിളിച്ചു, എന്നാലും നമ്മളോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ. അപ്പം ആ പുള്ളിക്കാരി നമ്മളൊന്നും അറിയില്ല, നമ്മളെ അറിയില്ല, പിന്നെ എങ്ങനെ നാട്ടുകാരറിയണമെന്ന് പറയും. ഇന്ന് ട്രിവാൻഡ്രം ലഞ്ച് കഴിച്ചിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഐ എം ഫീലിംഗ് സോ ഡ്രൗസി. എനിക്കങ്ങ് ഉറങ്ങിയാൽ മതി. ഇപ്പോൾ ഒരു AC ഇട്ട റൂമിലൊരു നല്ല അടിപൊളി ബെഡ് ഇങ്ങോട്ട് കിട്ടിയ
സുഖമായിട്ട് കിടന്നുറങ്ങാം. പക്ഷേ നടക്കത്തില്ല. ഇപ്പോൾ ഒരു ബേബിയുടെ ഹാർട്ട് ബീറ്റൊക്കെ നോക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്, എന്തോ പേര് ഞാൻ മറന്നുപോയി. അത് 20 മിനിറ്റ്സാണ് അത് നടക്കുക. അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവിടെ വേറെയൊക്കെ ലേഡീസ് ഉള്ളതുകൊണ്ട് ഞാനും അശ്വിനും കൂടെ, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഓസിയുടെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ്. അപ്പം ഞാൻ ഓസിയുടെ അടുത്ത് പോയിരിക്കും. അശ്വിനും കൂടെ ഉള്ളതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് റൂമിൽ ഞങ്ങൾ ഇവിടെ കിംസിലുള്ള ഹസീന പുള്ളിക്കാരിയാണ് ഫുൾ ടൈം നമ്മുടെ കൂടെ വന്ന് എല്ലാത്തിനും നമ്മളെ ഹെൽപ്പ് ചെയ്യണം. സച്ച് എ സ്വീറ്റ് ലേഡി. ഇത് കഴിഞ്ഞിട്ട് ന്യൂസിക്കൊരു സ്കാനുണ്ട്. സ്കാനിൻ്റെ റിസൾട്ടും കിട്ടിയിട്ട് പിന്നെ ഡോക്ടറെ കാണാൻ പോകണം. ഡോക്ടർ ലൂമിയ ഡോക്ടറെ കാണാൻ പോകണം. പിന്നെ അവിടെ ഹോസ്പിറ്റൽ ദിവസം രാവിലെ പാരൻസിൻ്റെയും ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. റിസൾട്ട് കിട്ടിയിട്ടില്ല, ഇനി കിട്ടത്തേ ഉള്ളൂ. ഡാഡിക്ക് ഇനി ഒരു ECG കൂടെ ചെയ്യാനുണ്ട്. ഇറ്റ്സ് ഹാഡ് വെൻ പാരൻസ് സ്റ്റാർട്ട് ഗ്രോയിങ് ഓൾഡ് എന്നുള്ള ഞാനേ ഓൾഡായി തുടങ്ങി. അപ്പോൾ പിന്നെ എൻ്റെ പാരൻസിൻ്റെ കാര്യം പറയണ്ടല്ലോ. ബട്ട് സ്റ്റിൽ അവർ കുറച്ച് ആക്റ്റീവായിട്ടൊക്കെ ഇതുപോലെ പുറത്തൊക്കെ ഡ്രസ്സൊക്കെ ചെയ്ത് പോകാനൊക്കെ വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ക്ലബ്ബിൽ ഫുഡ് കഴിക്കേണ്ടത്. ഇനിയിപ്പോൾ അമ്മ ഫാബിൻ്റെ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അമ്മയോട് ചോദിച്ചു, മറ്റേ ഫ്രൂട്ട് ബേയിലെ ഫലൂഡ വലിയ ഇഷ്ടമാണ്. ഫലൂഡ വേണമെന്ന് വെച്ചപ്പോൾ വേണം, ഒന്ന് ഷെയർ ചെയ്താൽ മതി എന്ന് വെച്ചുകൊണ്ട് 2 വേണം. അങ്ങനെ അമ്മുവിന് മിക്കവാറും അതൊക്കെ കൊടുത്തിട്ട് അധികം ലേറ്റാവും തിരിച്ചു പോകണം അമ്മുവിന്. കാരണം ഇഷാനിക്ക് എവിടെ പോകാറുണ്ട്. അപ്പോൾ അമ്മു എത്തിയാലേ കാറുള്ളത്, എല്ലാ കാറും ബിസിയാണ്. യെസ് വരൂ. ആരാ? വരൂ സെൽഫി എടുക്കാൻ. റൂം തപ്പി നടക്കുന്നത്, പൈസ അടച്ചായിരുന്നു. പുള്ളിക്കാരി പോയോ? ഇപ്പൊ വരുമായിരിക്കും. നീ വലിയ എഞ്ചിനീയറായിട്ട് ഈ റൂം കണ്ടുപിടിക്കാൻ പറ്റിയില്ലേ? പേര് ഇവിടെ സരിതാന്നിരിക്കുന്ന, ഇവിടെ ഡോക്ടർ സുനിതാന്നിരിക്കുന്ന. തെറ്റിപ്പോയാ? അതന്നെ അവര് തെറ്റി. എന്നെ വിളിക്കാത്ത എന്താ? വിളിക്കാനും പക്ഷെ സ്വന്തമായിട്ടൊന്ന് കണ്ടുപിടിക്കണമെന്നായിരുന്നല്ലോ എപ്പോഴും ഒരു ആഗ്രഹം. ഇപ്പൊ പാടിയ പാട്ട് ഏതാ? നിന്നെ കോരി വരണം വരണം ഇസക്കിടെ ഉന്നെ തേടി. വന്നോളൂ. നമുക്ക് ഫോട്ടോ എടുത്തിട്ട് പാടാം. അങ്ങനെ അശ്വിന്റെ കൂടെ ഒരു ഫോട്ടോ കാണുന്നത് ഹാപ്പിയാ. പാട്ട് പാട്. എന്ത് പാട്ടാ ഇപ്പൊ പാടിയത്? ഉണ്ണിത്താൻ ചിന്നപ്പൻ ഏതോ ലിറിക്സ് ഏകം താക്ക പാട്. വേർഡ്സ് അറിയത്തില്ല. അതല്ലല്ലോ. മുട്ടുത്താൻ മെല്ലത്താൻ പൂ കണ്ണു കാണാൻ വയ്യ. എനിക്ക് എന്റെ മെയിൻ പോർഷനെ അറിയാവൂ. അത് പാടാ. നിന്നു കോരി വരണം വരണം ഇസക്കിടെ നിന്നെ തേടി വരണം വരണം ஒரு கடி தனிந்திருக்க உனக்கென தவம் இருக்க இருவழி சிவந்திருக்க இதழ் மட்டும் கெடுந்திருக்க അഴകിയ രഘുവരനെ അനുദിനവും നിന്നു കോരി വരണം. ഏ സിനിമ എന്നറിയാവോ? അഗ്നിനക്ഷത്രം. ഡയറക്ടർ ആരാ? നീ അത് നോക്കാതെ പറ. എനിക്ക് മ്യൂസിക് മാത്രമേ അറിയുള്ളൂ. ഇളയരാജ. ആർട്ടിസ്റ്റുകൾ ആരാ? ഓർമ്മയില്ല. അമല, പ്രഭു ഒക്കെയാണല്ലേ. പിന്നെ കാർത്തിക്, നിരോഷ. പ്രഭു നമ്മുടെ പ്രഭുയുടെ വേറെ പാട്ടുണ്ട്. മഴ വരത് കൂടെ കൊണ്ടുവാ മാനേൻ വെയിൽ വരുത് നിഴ കൊണ്ടുവാ. പിന്നെ അതിന്റെ നോക്കാം. അയ്യോ, ഈ പാട്ടുകാര് നല്ല പാട്ട് അറിയാന്നുള്ളത് ലിറിക്സ് ചുമ്മാ തപ്പത്തില്ല. അവർക്ക് കൊറേ അറിയായിരിക്കും. നമ്മൾ മ്യൂസിക്കിന്റെ ഫാൻസുകളാ. ലിറിക്സ് കാണാതെ ഇങ്ങനെ ഒരു മലയാളം പാട്ട് പാടും നല്ലപോലെ. ഇപ്പൊ അടുത്തിറങ്ങിയത് മലയാളം പാട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടെ? എനിക്ക് ഇപ്പത്തെ വലിയ ഫാനല്ലേ? ഞാൻ സെലക്ടഡ്. ഇപ്പൊ ഈ ലാസ്റ്റ് ഇറങ്ങിയ ഒരു പാട്ട് കൊള്ളാലോ. മിന്നൽ വാഴ. അത് എനിക്ക് അത് കേട്ട് നമുക്ക് വേറെ നോക്കാം. ഇത് നമുക്ക് എന്താ നമുക്ക് മിനിറ്റ് ഞാൻ പാടാം. തുടങ്ങാം. ലിറിക്സ് വരണില്ല, അതാണ്. ചരണോ അവിടെ? നമുക്ക് ചരണോ? ഏത് പാട്ട്?
ഞാൻ പറ 1 2 3. ഇല്ല, മലയാളം ലിറിക്സ് കിട്ടുള്ളൂ. ഓക്കെ, മലയാളം വായിക്കാൻ പറ്റൂലേ? പിന്നെന്ത്? എന്നാ വായിക്കേ. വളർത്തിയതല്ലേ. മലയാളമാണോ തമിഴാണോ വായിക്കാൻ നന്നായിട്ട് അറിയാന്നുള്ളേ? മലയാളം തമിഴും അറിയാവോ? തമിഴ് മാത്രം പഠിച്ച പാട് വരുമ്പോരും ചാഞ്ചാടും കതിരണി മണിമയില നീയോ മാരിമുകിൽ തേരിൽ പോരുന്നു മണിവിഴവില്ലണയോ നീയോ എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ എന്നുള്ളോരം തുള്ളാൻ വാ നെയ്യാമ്പലേ പൂമുത്താരം ചാർത്താൻ വാ ചെന്താമരേ ഇനി രാവിലൂരാകയാലേകി പൂരം കാലം മാനം തെളിഞ്ഞേ നിന്നാൽ മനസ്സും നിറഞ്ഞേ വന്നാൽ വേണം കല്യാണം. ഏത് സിനിമയാണ്? നമ്മൾ തലവർ ഫാൻ. ഇത് നമ്മ മുത്തു മുത്തൂര് പാട്ട് എന്താ? മുത്തൂര് പാട്ട് ഏതാ? അതിലേറ്റവും ഞാൻ ഓസിക്ക് എപ്പോഴും പറയുന്നതാണ്, സിഗപ്പാനാൺകൾ എല്ലാം ചില കോടി ഉണ്ട് കറുപ്പാന എന്നെ മട്ടും കൺവെയ്ത്തത്. നീ ഓസിക്ക് പാട്ട് പാടുവോ? ഇല്ല, ഇതാണ് ഇത് ഓസിയോട് ചോദിക്കാനുള്ള ചോദ്യം ഇതാണ് എനിക്ക് എപ്പോഴും. എന്താണ് സിഗപ്പാനാൺകൾ? അതിന്റെ ലിറിക്സ് അറിയാലോ, അത് ഇത് പാടും. കണ്ണു വെച്ചതും നീതാന പിന്നെ വേറെ മുറുവൻ മുറുവൻ മുതലാളി ഉലകിൻ മറ്റു അതിലെ ഏറ്റവും കൂടുതൽ കയ്യിൽ കൊഞ്ചം പാടിയിരുന്നു. അപ്പോഴത്തേക്കും സ്റ്റെം സെൽ അതിൻ്റെ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. നിങ്ങൾക്കൊക്കെ എന്താ അഭിപ്രായം സ്റ്റെം സെൽ പ്രിസർവേഷനെ കുറിച്ച്? ഞാനതിനെ കുറിച്ച് പണ്ട് നമ്മുടെ ടൈമിലൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു, വേറെ എല്ലാവരും. ഇപ്പം അത് ഇവിടെ കുറച്ച് കോമൺ ആണ്, പഠിച്ചിട്ടില്ല. അതേക്കുറിച്ച് ഒന്നുകൂടെ ഡോക്ടറെ കാണുമ്പോഴോട് ചോദിക്കണം, അത് ചെയ്യണോ, എന്താ ഡൂ ഇറ്റ് ആണോ. ഇപ്പം അടുത്ത സ്കാനിങ്ങിനായിട്ട് നമ്മളിവിടെ വെയിറ്റ് ചെയ്യുക. ഏത്? അല്ല, 10:30 മാറ്റവൾ കേൾക്കാൻ. ജോസ് ഏത്? സ്വർണ്ണക്കടയുടെ പാട്ട് മാത്രമേ പാടത്തുള്ളൂ. അല്ലല്ല, ആശുപത്രിയുടെ വെളിയിൽ ബോറടിക്കുമ്പോൾ നിൽക്കാൻ പറ്റിയ പണിയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പൊ നീ ഭീമയുടെ പാട്ടാ പാടിയത്. ഇത് ഭീമ ഖസാന. ഇമാനുവലിന്റെ എനിക്ക് അറിയത്തില്ല. കണ്ടുപിടി എന്നെ ആരോ വിളിക്കുന്നത്. കിംസിന്റെ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഈ ഒരു ബ്ലോക്കിൽ ഇറ്റ് ഡസന്റ് ഫീൽ ലൈക്ക് എ ഹോസ്പിറ്റൽ കേട്ടോ. ഇറ്റ് ഫീൽസ് ലൈക്ക് നമ്മൾ എയർപോർട്ടിലൊക്കെ വെയിറ്റ് ചെയ്യത്തില്ലേ, എയർപോർട്ടിൽ ലോഞ്ച് ഏരിയയിലൊക്കെ വെയിറ്റ് ചെയ്യും. ആ ഒരു ഹോസ്പിറ്റലിന്റെ ഒരു സ്മെല്ലോ അതുപോലത്തെ ഒരു ബഹളമോ ഒന്നുമില്ല. അടിപൊളി കോഫി, കഴിക്കാനൊക്കെ ധാരാളം സാധനങ്ങളുണ്ട്. ഓസി ഞങ്ങളുടെ സ്കാൻ റിപ്പോർട്ട് വരാൻ ഇച്ചിരി ടൈം എടുക്കും. അത് കിട്ടിയാലേ ഡോക്ടറെ കയറി കാണാൻ പറ്റും. ആ ഒരു ഗ്യാപ്പിൽ കോഫി കുടിക്കാൻ വന്നത്. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഞങ്ങൾ ലേറ്റ് ആയിട്ടാണ്, ഞങ്ങളുടെ ഏതൊക്കെയോ ടെസ്റ്റ് കുറച്ച് നീണ്ടുപോയി. അപ്പോൾ കോഫി കുടിക്കാൻ വന്നപ്പോൾ കോഫി തീർന്നു പോയി. അപ്പോൾ എനിക്ക് വിഷമമായി പോയി, കോഫി കുടിക്കാൻ പറ്റിയില്ലല്ലോ. അമ്മൂക്ക് ഒഴിച്ചേ ഉള്ളൂ. അമ്മൂക്ക് ഡാഡിയും അമ്മയൊക്കെ ആയിട്ട് ഫ്രൂട്ട് പേയിലൊക്കെ പോയി എന്തൊക്കെയോ ഫലൂഡ കഴിച്ചു, മറ്റേ ഷോർട്സ് കഴിച്ചു. അങ്ങനെ അപ്പോൾ കുറച്ച് വീഡിയോ എടുത്ത് എനിക്ക് തരാമെന്ന് പറഞ്ഞു. എൻ്റെ ഇന്നത്തെ വീഡിയോ ഇടാം. കഴിച്ചോ എന്താണ് പറഞ്ഞ ആദ്യമായിട്ട് ഇത് കഴിക്കുന്നത്? അല്ലേ, ആദ്യമായിട്ട് ഇത് കഴിച്ചത് തൻവി ആറ്റുകാൽ ഷോപ്പിംഗ് കോംപ്ലക്സിലാണോ?
ഇല്ല ഇവിടെ ആദ്യമായിട്ട് Thank you. കഴിച്ചത് യഥാർത്ഥത്തിൽ ആറ്റിങ്ങൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ആർച്ചീസ് കൊച്ചിയിലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പോൾ കഴിച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് തൻവി അവിടെ വെള്ളയമ്പലം അവിടെ ഒരു കടയിൽ കൊണ്ടുപോകുമായിരുന്നു. അവിടെ കൊണ്ടുപോകാൻ പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. അതുകൊണ്ടാണ് അപ്പൂപ്പനുമായിട്ട് ഒരെണ്ണം ഷെയർ ചെയ്യൂല എന്ന് പറഞ്ഞത്. ഫോട്ടോ എടുത്ത് തൻവിക്കും കൂടെ അയച്ചു. ഓ തന്മയ്ക്ക് അയച്ചു കൊടുക്കാം. എങ്ങനെ ഉണ്ടായിരുന്നു? വളരെ നല്ലതായിരുന്നു. അപ്പൂപ്പൻ എന്ത് പെട്ടെന്ന് കഴിച്ചു കഴിഞ്ഞു. ഇല്ല ഇപ്പൊ അവിടെ ആയിരിക്കും. അപ്പൂപ്പന് മധുരമാണ് ഭയങ്കര ഇഷ്ടം അല്ലേ? ഇപ്പം എൻ്റെ കണ്ണ് വെട്ടിച്ച് എന്നാൽ നോക്കിയപ്പോൾ ഒരു ചോക്ലേറ്റ് എടുത്തുകൊണ്ട് തിന്നുന്നത്. ഞാൻ പറഞ്ഞു തിന്നണമെന്ന് പറഞ്ഞാൽ അവിടെയെങ്കിലും അത് പൊളിച്ചിടരുത്, കാരണം അവിടെ ഉറുമ്പ് വരുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവർ കാണുന്നത്, ഞാൻ കണ്ടത്. അയ്യോ അതോ പോയാലോ? അവരൊക്കെ ഭയങ്കര അവിടെ സെൽഫി നടക്കുക. ഏത് പാട്ട്? അതാണ് തപ്പിക്കൊണ്ടത് പാട്ട്. റെയിൽവേ സ്റ്റേഷനിലൊക്കെ പോകുമ്പോൾ സ്റ്റേഷനിൽ കുറച്ച് നേരം വണ്ടി പിടിച്ചു നിർത്തും. അപ്പോഴേക്ക് ഈ സ്പീക്കർ ഇടുമ്പോഴേക്കും ഒരു ഇപ്പം ആലോചിക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് തോന്നുന്നു. ആണ്. ഇനി അടുത്തൊരു പാട്ട് ഓർത്ത് പോയി. ഓസി സൂക്ഷിച്ചേ, കോഫി അവിടെ ഇരിക്കുന്നു. എന്താ കഴിക്കുന്നത്? എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ പിന്നെ കഷ്ടപ്പെട്ട് കഴിക്കും. അവിടെ ഇരുന്നപ്പോൾ 2 കുട്ടികൾ വന്നിട്ടുണ്ടായിരുന്നു. ഓസിയോട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും വിശേഷങ്ങളൊക്കെ ചോദിച്ചു. എന്നിട്ട് പറഞ്ഞാൽ അവർ മെയിൽ ഓസിയുടെ ഷോപ്പിൽ വന്ന് സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് അവർക്കും ഇതേ കഥയാണ് പറയാനുള്ള. 4000 എത്ര രൂപയ്ക്കാണ് സാധനം വാങ്ങിച്ചത്. അപ്പോൾ ആ കുട്ടികൾ പറഞ്ഞു എന്ന് QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അവരുടെ കയ്യിൽ ചെയ്യാവോ? അങ്ങനെ ഇവർ ചെയ്തു. പക്ഷേ ഇവരത് തമ്മിൽ ഡിസ്കസ് ചെയ്തു, ലൈക്ക് എന്തായിരിക്കും അങ്ങനെ എന്നിങ്ങനെ പറഞ്ഞു. എൻ്റെ അമ്മേ, ഇതുപോലെ എത്ര കഥകളാണ്. ഇന്ന് എൻ്റെ ഫ്രണ്ട് അർച്ചന വന്നിട്ടുണ്ട് ദുബായിൽ നിന്ന്. അപ്പോൾ അർച്ചന എന്ന് വിളിച്ചപ്പോൾ എന്തായാലും ഞാൻ അന്ന് പറയാൻ വിട്ടുപോയി. അർച്ചന കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഓസിയുടെ ഓഫീസിൽ പോയിരുന്നു. അർച്ചനയുടെ ഒന്ന് QR കോഡ് അല്ലെങ്കിൽ അർച്ചന ക്യാഷാണ് കൊടുത്തത്. പക്ഷേ അത് ഓസി പറഞ്ഞിട്ട് പോയത് കൊണ്ട് അത് അവർ കട്ടെടുക്കാൻ വഴിയില്ല. അല്ല ക്യാഷാണോ QR കോഡാണോ കാർഡായിരിക്കും കൊടുത്തത്. പക്ഷേ അർച്ചന പറയാം ഈ കുട്ടികളുടെ ബിഹേവിയർ വളരെ മോശമായിരുന്നു. പൊതുവെ ഇപ്പം നമ്മുടെ ആരെങ്കിലും വരുന്നു എന്ന് പറഞ്ഞിട്ടാണ് വിടുന്നെങ്കിൽ അത് വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യും. കാരണം അധികം ഒന്നും അവർ വാങ്ങാതെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് അവരങ്ങനെ ബിഹേവ് ചെയ്യും. അപ്പോൾ അർച്ചന എന്ന് പറയുമ്പോൾ ഞാൻ പറയണമെന്ന് വെച്ചു, സിന്ധുവിനോട് പറയാൻ വിട്ടുപോയിരുന്നു. ഇങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അനുഭവം ഉള്ള ആൾക്കാർ വന്ന് പറയുമ്പോൾ ഞാൻ ആലോചിക്കും, ഈ പറഞ്ഞ ആരെങ്കിലും ഒരു QR കോഡിൻ്റെയൊക്കെ ഒരു കഥ കുറച്ച് കാലം മുന്നേ ഒന്ന് അറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് പേർപ്പസായിട്ട് ആരെങ്കിലും വിടായിരുന്നു നമ്മുടെ ആൾക്കാരെ. എന്നിട്ട് അങ്ങനെ കൈയോടെ പൊക്കാൻ പറ്റില്ലല്ലോ എന്ന് ആലോചിക്കുന്നത്. പിന്നെ ചിലപ്പോൾ ആലോചിക്കും ഓസി ഇപ്പോൾ ഓഫീസിൽ നിൽക്കുമ്പോഴാണ് അവരെ ഒന്ന് കൺഫ്രണ്ട് ചെയ്തിട്ടുണ്ട്. നേരിട്ടൊന്ന് ചോദിച്ചു നിങ്ങളിങ്ങനെ ചെയ്തൊക്കെ ചോദിച്ചു. ഞാൻ 3 കൂടെ ഓസി അവിടെ നിന്ന് പൊക്കി താഴെ എടുത്തിട്ടുണ്ട്. ബിക്കോസ് അത്രയ്ക്ക് ഭയങ്കര ലൈക്ക് അവർ വന്നാൽ ടി വിയിലൊക്കെ വന്നാൽ പച്ചക്കള്ളം പറയണ കേൾക്കുമ്പോഴേ എത്ര ക്രിമിനൽ ആൻഡ് ക്രിക്കറ്റ് ആൻഡ് ക്രൂവലൊക്കെ ആയിട്ടുള്ള ഗേൾസാണ് അവർ. അപ്പോൾ അവർ ഓസിയ ഇത്രയും പൈസ കട്ടിട്ടിരിക്കുമ്പോൾ അത് അറിയുമോ, അത് തിരിച്ച് തരേണ്ടി വരുമോ എന്നൊക്കെയുള്ളൊരു ഭയത്തിൽ അവരെന്തെങ്കിലും ചെയ്തിന് ആ ഓസിയുടെ അല്ലെങ്കിൽ സ്റ്റെപ്പ് ഒരു വല്ലാത്ത സ്റ്റെപ്പ് ആ ബിൽഡിങ്ങിലോട്ട് കയറണം. അവിടെ നിന്ന് പൊക്കിയിട്ട് താഴെ ഇട്ടണം ഓസിയ. നന്നായി. ഇതല്ലാതെ അവർ
ഫോണിൽ കൂടി ചോദിച്ചതും സംസാരിച്ചതും അല്ല, അതൊക്കെ വളരെ നന്നായി. ഓസി എന്തായാലും ഇപ്പോൾ ഒരു അടിപൊളി ഓഫീസ് സ്പേസ് എടുത്തിട്ടുണ്ട്. ഓസിയുടെ ഇപ്പോൾ ഗോഡൗണും ഓഫീസും ഒക്കെ രണ്ടും കൂടെ ഒരുമിച്ചാക്കാൻ പോവുകയാണ്. മേ ബി ഡെലിവറിയൊക്കെ കഴിഞ്ഞിട്ട് ആയിരിക്കും. ഒരു പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇറ്റ് ടേക്ക് സം ടൈം. ഞങ്ങളുടെ സ്കാൻ റിസൾട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക. കോഫി അടിപൊളിയായിരുന്നു. കോഫിയെ കുടിച്ചപ്പോൾ ഒരു ഉറക്കം വരുന്നു. ഓസിയൊക്കെ കോഫി കുടിച്ച് കഴിഞ്ഞു. എൻ്റെ ആമസോൺ പ്രൈമിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പഞ്ചായത്ത് എന്ന് തുടങ്ങിയ സീരിയൽ അതിൻ്റെ ഫാനാണ്. ഞങ്ങൾ കാറ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അത് എനിക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു. കാരണം അതെന്തോ ലോക്ക് പോലെ ആയിട്ട് എന്തൊക്കെയോ ചെയ്യണം തുടങ്ങി. ഞാൻ വീട്ടിൽ കുറേ ശ്രമിച്ചു. പക്ഷെ നമ്മൾ എഞ്ചിനീയറൊന്നും അല്ലല്ലോ. അപ്പോൾ ഇന്നിവിടെ ഹോസ്പിറ്റലിൽ നമ്മൾ വെറുതെ കുറ്റിയടിച്ചിരുന്നു. ഓസിക്കൊന്നും മനസ്സിലായിട്ടില്ല. ഓസിക്ക് പിന്നെ പഠിക്കുന്നവരെ എന്തൊക്കെ പോലും മനസ്സിലാക്കാൻ കാറ് വന്നു പോവാം. അങ്ങനെ ഇപ്പം എനിക്ക് ശരിയാക്കി തന്നു. ഇനി വീട്ടിൽ ടി വിയിൽ ശരിയാക്കണേ. ആണോ? കരിക്ക് ഓസിക്ക് കൊണ്ട് നിർത്തി. അപ്പം ഞാനിവിടെ ഒരു കസേരയെ കണ്ട്. പാവം കസേര, അതിന് ബാക്കില്ല, ഒന്നുമില്ല. സാഡ്. ഓസിക്ക് കൊടുത്തില്ലേ? അതുകൊണ്ട് അശ്വിൻ സാക്രിഫൈസ് ചെയ്ത് മധുരമില്ലാത്ത കുടിക്കുവാണോ? അഭിജിത്ത് വേണമെങ്കിൽ ഇറങ്ങി കുടിച്ചോ. ഓസിയുടെ കരിക്ക് വരുന്നുണ്ട്. സൂപ്പർ മോനെ. അകത്ത് കഴിക്കാനുള്ളതും കൂടെ ചേർത്തെടുക്കേ. ഇതിനകത്തൊന്നും ഇല്ലല്ലേ? കഴിക്കല്ല, കഴിക്കുന്നു. തമിഴിൽ എന്താ പറയണേ? കസക്കുത്. കസപ്പ ഇருக்கு. ഒന്നും കൂടെ. വൺ മോർ. മധുരമുണ്ട്, പക്ഷേ കഴിക്കുന്നതായ തേങ്ങ പോലെ ഇരിക്കും. കൊള്ളാം. വൈകിട്ട് കാണാം. ബൈ. ഇതാ നമുക്ക് റീപ്ലേസ് ചെയ്യാനുള്ള ബോഷിൻ്റെ പുതിയത് വന്നു. പഴയതിൽ നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് കരി വരുന്നുണ്ടായിരുന്നു. എന്നാലും അവർ പറഞ്ഞ പോലെ വാക്ക് പാലിച്ചു, റീപ്ലേസ് ചെയ്ത് തന്നു. പക്ഷേ ഇനി ടെക്നീഷ്യൻസ് വരണം അതിനെ ഒന്ന് ഫിക്സ് ആക്കാൻ. ഞാൻ അർച്ചന വന്നിട്ടുണ്ട്. അർച്ചനയെ കാണാൻ പോകുന്നു. അപ്പോൾ അർച്ചന വന്ന ഷോർട്ട് വിസിറ്റിന്. അപ്പോൾ നാളെയൊക്കെ അർച്ചന തിരക്കാം. അപ്പോൾ ഞാൻ ഇച്ചിരി നേരം എനിക്ക് ഫ്രീ ടൈം കൊണ്ടുകൊണ്ട് ഐ തോട്ട് ഐ ജസ്റ്റ് ഗോ മീറ്റ് ഹർ ആൻഡ് കം. ഉണ്ടായിരുന്നു ഫലൂഡ. നല്ലതായിരുന്നു. നല്ല നല്ല ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. ഏത് ഫ്ലേവറാ കഴിച്ചേ? നമ്മൾ 3 പേരും ഒന്നുപോലത്തെ ഫ്ലേവറാ? 3 പേരും ഓരോന്ന് കഴിച്ചോ? കഴിച്ച് ജ്യൂസ്. ഡാഡി ഇന്നലെ കഴിക്കാത്ത നന്നായി, അല്ലെങ്കിൽ ഇന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്തപ്പോ കുളമായിരുന്നു. ഇത്രയും വേഗം കോരി കുടിച്ചിട്ടിരുന്നു. ഞാൻ പിന്നെ എത്ര സമയം കൊണ്ടാണ് അത് കഴിച്ചത്. ആണോ? കഴിച്ച് ചായ കിട്ടിയോ? ചായ കിട്ടി. ഞാൻ വന്നിട്ടാ പോയത്. ഓക്കെ, ടാറ്റാ, ബൈ. അർച്ചന അന്വേഷണം പറഞ്ഞാല്. അർച്ചനോട് അന്വേഷണം പറയാം. ഓക്കെ, ബൈ. മക്കളെ കൊണ്ടുവന്നാള് അതെനിക്ക് അറിയത്തില്ല. റിലേറ്റീവിന്റെ കല്യാണത്തിനാ വന്നത്, പോയി നോക്കണം. ഓക്കെ. അങ്ങനെ അച്ചു ഭയങ്കര എക്സ്പേർട്ട് ഡ്രൈവറാണ്. ടാറ്റാ ടാറ്റ പറ. ടാറ്റാ. ശരിയടോ, അപ്പൊ കാണാം. ബൈ 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 ബൈ. അച്ചുവിൻ്റെ അവിടെ നിന്ന് വന്നു. ഞാനിപ്പോൾ കവടിയാറുള്ള ആപ്പിളിൻ്റെ
ഒരു ഷോപ്പുണ്ട്, അവിടെ വന്നിരിക്കുക. ഹൻസുവിന് അവളുടെ ഫോണിന് ടെമ്പേർഡ് ഗ്ലാസ് ഒട്ടിക്കാനായിട്ട്. നല്ല ടയേർഡ്. ഇനി കുറച്ച് വീട്ടിലേക്ക് നാളത്തേക്ക് കുക്ക് ചെയ്യാനുള്ള കുറച്ച് വെജിറ്റബിൾസ്, സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വലിയ ലിസ്റ്റ് ചെയ്യാൻ. വീട്ടിൽ വെറുതെ ഞാൻ ഫോർമാലിറ്റിക്കാണ് വിളിച്ചു വെച്ച വീട്ടിൽ. എന്തെങ്കിലും വാങ്ങാനുണ്ടോ? ഞാൻ എക്സ്പെക്ട് ചെയ്തൊരു ആൻസറേ ഒന്നുമില്ല. അപ്പച്ചൊരു വലിയ ലിസ്റ്റ് വന്നു. അതില്ല, ഇതില്ല, മറ്റതില്ല, എന്നൊക്കെ വലിയ ലിസ്റ്റ് വന്നു. ഇനി അതൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിൽ പോകണം. വെരി ടയേർഡ്, എക്സ്ട്രീംലി ടയേർഡ്. ഇത് നമ്മൾ ട്രിവാൻഡ്രത്തിൽ വാങ്ങിച്ച മീൻ കറിയൊക്കെ 2 എണ്ണം എന്തോ ബാക്കി വന്നു. അങ്ങനെ പാക്ക് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. എനിക്ക് ഒരു ഹൻസൂരിലും കഴിച്ചിട്ടുണ്ടാവണം ഉച്ചയ്ക്ക്, അറിയത്തില്ല. അപ്പോൾ ഇനി ഇന്നത്തെ ദിവസം വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ ഐ വിൽ ഷെയർ വിത്ത് യു. ഓക്കെ. സ്പ്രിങ്ങിലെ സാധനം വാങ്ങിക്കാൻ വന്നു. ഈ യൂട്യൂബിലൊക്കെ ആരൊക്കെയോ ഓസി പ്രസവിച്ചു എന്ന് പറഞ്ഞ് വീഡിയോ ഇടുന്നുണ്ട്. എല്ലാവരും വാങ്ങിച്ചു. മോള് പ്രസവിച്ചു. അവർ ചോദിക്കും, മോള് പ്രസവിച്ചത്. അമ്മ കറങ്ങി നടക്കണം ലാവിഷായിട്ട്. അങ്ങനെയാണ് എല്ലാവരും എന്നോട് ചോദിക്കട്ടെ, അപ്പോൾ പ്രസവിച്ചു. ഞാൻ പറയോ, ഇല്ല, നിങ്ങൾ കണ്ട വീഡിയോ അത് ചുമ്മാണ്, വെറുതെ ഉണ്ടാക്കിയേക്കുന്നത്. ഈ ഒരു എൻ്റെ പാരൻസൊക്കെ യൂഷ്വലി യൂട്യൂബിലൊക്കെ ഒരുപാട് ഇതുപോലത്തെ ഈ ഒരു ഫേക്ക് പോലെ തോന്നുന്ന വീഡിയോസ് ഉണ്ടല്ലോ ഒരുപാട്. അവരങ്ങനെ ഇങ്ങനെയെന്ന് പറയും. അതൊക്കെ പലപ്പോഴും വിശ്വസിക്കാറുണ്ട്. എന്നിട്ട് എന്നോടൊന്നും പറയും. ഞാൻ പറയും, ഇല്ല അങ്ങനെയൊന്നും നടക്കില്ല. യൂഷ്വലി ആർട്ടിസ്റ്റുകളെ കുറിച്ച് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തോന്നുന്നൊക്കെ വെച്ച് വീഡിയോ വരുമല്ലോ. എന്നോടൊന്നും ചോദിക്കും, അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ. അപ്പം ഞാൻ പറയുക ഇല്ല. അപ്പോൾ അവരത് ഫുൾ ഒരിക്കലും വിശ്വസിക്കൊരിക്കാം ഇല്ല എന്ന് പറയുമ്പോൾ. പക്ഷേ ഇന്നിപ്പോൾ ഓസി പ്രസവിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇന്നലെ വനിയാന്നിട്ട് കുറേ വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൂടി അവർക്ക് പിടികിട്ടി. ഇമ്മ ചുമ്മയല്ലേ ഇങ്ങനെയൊക്കെ വീഡിയോ ഇറക്കുന്നേ, വ്യൂ കിട്ടാൻ വേണ്ടി. ഞാൻ പറഞ്ഞു, ഇപ്പോൾ പിടികിട്ടില്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആൾക്കാരെ കുറിച്ചൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എഴുതി വന്നാൽ അതൊന്നും വിശ്വസിക്കരുത്. 3/4 ഭാഗവും അങ്ങനെ സത്യമാവണം എന്നില്ല എന്ന് ഞാൻ അവരോട് പറയും. മുട്ട കുറച്ച് നാളായിട്ട് ഞാൻ വാങ്ങുന്ന ഈ ഒരു പാക്കറ്റ് മുട്ടയുടെ അത്യാവശ്യം നല്ല വിലയാണ്. 200 കണ്ണാടി കണ്ണിൻ്റെ മുകളിലായിപ്പോയി. 200 സംതിങ് ആണ്. 280-75. നല്ല ക്വാളിറ്റി മുട്ടയാണ്. മുട്ടയ്ക്ക് ഫ്രീ പരസ്യം നിങ്ങളുടെ കടയ്ക്കും. ഇത് മുട്ടയാണ് മോനെ, ഏറ്റവും മുകളിൽ വെക്കാതെ. വേറെ കവർ എടുത്തില്ലേ? ഇത്ര വർഷമായിട്ടോ ഞാൻ ഈ സ്പ്രിങ്ങിൽ വരുന്നത്. പണ്ട് ഞങ്ങൾ അപ്പുറത്തെ സ്കൂളിൽ പിള്ളേരുടെ നന്ദൻകോട് സ്കൂളുണ്ട്, അവിടെയായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് ഞാൻ ഇങ്ങനെ ഭയങ്കര വിഷമിച്ചു. കാരണം ആ കട നമുക്ക് ഭയങ്കര യൂസ്ഡ് ആയിരുന്നു. പക്ഷേ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. ഇത് ആ സെയിം ഏരിയ തന്നെ, കുറച്ചൊരു വളവ് ഇങ്ങോട്ട് പോയിട്ട്. ഇത് കുറച്ചുകൂടെ സ്പേഷ്യസ് ആണ്, ഇഷ്ടം പോലെ സ്ഥലം. ആൻഡ് സോ ഗുഡ്. നമുക്ക് വേണ്ട സാധനങ്ങളെല്ലാം ഇവിടെ കിട്ടും. സ്പ്രിങ്ങിൻ്റെ പരസ്യമല്ലേ കേട്ടോ. കുറേ ഐറ്റംസ് കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യും. ഞാൻ അങ്ങനത്തെ ലാവിഷ് കുക്കിങ്സും ചെയ്യാറില്ല. എന്നാലും വൈറ്റ് വൈൻ വിനീഗർ എന്നൊക്കെ പല കുക്കിങ്ങിലൊക്കെ ആൾക്കാർ ഒഴിക്കുന്നത് കാണാറുണ്ട്. പക്ഷെ എനിക്കങ്ങനെയൊന്നും ചെയ്യാൻ അറിയത്തില്ല. ഞാനൊരു പാവപ്പെട്ട കുക്കാണ്. നാളെ ഒരു ചിക്കൻ വാങ്ങി വെച്ചു. നാളെ ഗീ റൈസും ചിക്കനും ആക്കണോ, ചിക്കൻ ബിരിയാണി ആക്കണോ എന്നൊക്കെ ആലോചിച്ചു. നാളെ എനിക്കൊരു ഷൂട്ടും ഉണ്ട് അമ്മൂൻ്റെ കൂടെ. നമുക്ക് ഏതൊരു പ്രോഡക്റ്റിൻ്റെ ഷൂട്ട് രാവിലെ 10-10:30 സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറയും. കുക്കിംഗ് ചെയ്യാൻ പോയാൽ ചിലപ്പോൾ ഷൂട്ടുകളോ അറിയില്ല, നോക്കാം. ഭാഗത്തെ കാര്യം നാളെ. അപ്പോൾ ഓക്കെ. നമ്മുടെ ഫേവറേറ്റ് സെക്യൂരിറ്റി ഉണ്ടല്ലോ, ഫിക്സ് ചെയ്തോ? കണക്ട് ചെയ്തോ? ടെക്നീഷ്യൻ വേണ്ടേ?
ഓ ഞാൻ വിചാരിച്ചു അർജുൻ പണി പഠിച്ചു കാണുന്നു. എനിക്കറിയില്ല, അത് അവർ തന്നെ കണക്കിൽ വാറണ്ടി പറയും. നമ്മുടെ കിച്ചൺ എൻ്റെ കുറച്ച് പോർഷനെ കാണുമ്പോൾ ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. ഞങ്ങളുടെ കിച്ചണിന് മേക്ക് ഓവർ തന്ന മഹാനാണ് ഈ പോകുന്നത്. അപ്പം ആർക്കെങ്കിലും എവിടെയെങ്കിലും എനിവേർ ഇൻ കേരള, ഔട്ട്സൈഡ് കേരളം ചെയ്യുമോ? ആ, എന്ത് ഇൻറ്റീരിയർ വർക്ക്സ് അടിപൊളിയാക്കണം. സമീപിക്കുക. ഏക അർജുൻ. ഓക്കെ, ടാറ്റ, ബൈ. ഫുട്ബോൾ കളിക്കാൻ പോണാ? ബൈ ബൈ. പ്രോമിസ് ചെയ്ത പോലെ അർജുൻ അതിനെ ഇന്ന് റെഡിയാക്കി തന്നു. ഇനി നാളെ ടെക്നീഷ്യൻസ് വന്ന് എന്തോ ചെറിയൊരു പണിയും കൂടെ ചെയ്താൽ പിന്നെ നമുക്കിത് ഓൺ ചെയ്യാം. ഓക്കെ അർജുൻ, താങ്ക് യു. അതൊക്കെ ശരിയാക്കി തരുമോ? അത് ശരിയായില്ലേ? ടി വിയിലേക്ക് അറിയത്തില്ല. നോക്കാം. ആ, അങ്ങനെ ഞാൻ വളരെ വിഷമിച്ചിരിക്കുമായിരുന്നു. എനിക്ക് പഞ്ചായത്ത് കാണാൻ പറ്റുന്നില്ല എന്ന് വിചാരിച്ചു. അപ്പോൾ അശ്വിൻ ഗണേഷ് ശരിയാക്കി താങ്ക് യു. യു ആർ വെൽക്കം. ഇന്നാണ് അമ്മയ്ക്ക് ഇയാളൊരു എഞ്ചിനീയർ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ സുമ്മാവാ കളിയൊക്കെ അല്ലല്ല, ഞാൻ വാഷിംഗ് മെഷീൻ ശരിയാക്കാത്തോണ്ട് ഇനി എന്തോന്ന് എഞ്ചിനീയർ വാഷിംഗ് മെഷീൻ ഇലക്ട്രിക് സാധനങ്ങൾ പിന്നെ ടി വിയെ പറ്റും, ടെക്നോളജിയെ പറ്റും, മെക്കാനിക്കൽ പറ്റത്തില്ല. software engineer with no money, madam. I'm a software engineer with no money, madam. പൈസ കിട്ടത്തില്ലേ? സന്തോഷം. 30 അതാ ഞാൻ പറഞ്ഞേ, അമ്മ പറഞ്ഞു 30. Always be grateful in life. Why? This is a dialogue said by my தலைவர். தலைவர் என்ன சொன்னார்? Always be grateful in life. Okay. Okay, good night. Good night. ഓസിയും അശ്വിനൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കുറേ നേരം ഇവിടെ ഇരുന്ന് കുറേ കോമഡിയൊക്കെ പറഞ്ഞ് ഇത് ഓസി പ്രസവിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് വന്നിട്ട് എവിടെയൊക്കെ പോകുമ്പോൾ ആരൊക്കെ ചോദിക്കുമെന്നേ. ചില ബന്ധുക്കളൊക്കെ വിചാരിച്ചു പറഞ്ഞില്ല, സീക്രട്ടായിട്ട് വച്ചേക്കുവാണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇറ്റ്സ് നോട്ട് ആസ് എൻ്റെ നോർമൽ വീഡിയോ അത്ര ലെങ്ത് ഇല്ലാന്നാണ് തോന്നുന്നത്. ബട്ട് ഐ തിങ്ക് ഐ ജസ്റ്റ് ഫിനിഷ് ഇറ്റ് ഓഫ്. ഇന്ന് സാറ്റർഡേ, ഇന്ന് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയാൽ നാളേക്ക് എഡിറ്റ് ചെയ്യാൻ, നാളെ സൺഡേ. എനിക്ക് സൺഡേ വ്ളോഗ്സ് ഇടാൻ വലിയ ഇഷ്ടമാണ്. സൺഡേ ഒക്കെ നമുക്ക് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരം കാണുന്ന ഒരുപാട് പേർക്ക് കാണാനൊക്കെ ഇച്ചിരി സമയം കിട്ടും, ഫ്രീ ടൈമൊക്കെ കിട്ടും. ഞാൻ വേഗം പോയി ഒന്ന് ഹോസ്പിറ്റൽ ഡ്രസ്സൊക്കെ മാറ്റി വേഗം കഴിട്ടുന്നു. പക്ഷെ തല വിളിച്ചില്ല, തല നല്ലപോലെ വിളിക്കും. ആക്ച്വലി നാളെ ഒരു ഷൂട്ട് ചെയ്യാം, എൻ്റെ ഹെയർ കളർ ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഹെയർ കളർ ഇവിടെ തപ്പിയിട്ട് കാണാനില്ല. ഞാൻ യൂസ് ചെയ്യുന്ന ഡൈ ഇവിടെ എവിടെ വെച്ചിരുന്നു. എനിക്ക് ഇവിടെ ക്ലീൻ ചെയ്തപ്പോൾ അമ്മൂല്ലാം എടുത്ത് വെളിയിൽ കളഞ്ഞതാവാം, എനിക്ക് അറിയത്തില്ല, കണ്ടില്ല. ഇനി പോയി തപ്പണം. അപ്പോൾ അത്രയൊക്കെ തന്നെ. അവിടെ പിള്ളേർ സ്ക്വിഡ് ഗെയിം ഇട്ട് കാണാൻ പോകും. സ്ക്വിഡ് ഗെയിം പുതിയത് വന്നു. അപ്പം ഞാനാണെങ്കിൽ ആമസോണിൽ കാണാതിരുന്ന ഒരു പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പുതിയ സീരീസ്, പുതിയ സീസൺ വന്നത് ഐ വോണ്ട് ടു സീ. ബട്ട് അതിങ്ങനെ കാണാൻ പറ്റുന്നത് ലോക്ക് ഇട്ട് വെച്ചിരുന്നു അവർ. ഇപ്പം ഞാൻ കുറേ ട്രൈ ചെയ്തു. ഞാനൊരു 4 ദിവസം മുമ്പ് അത് ഞാൻ ഒരു പേയ്മെൻ്റൊക്കെ ടി വിയിൽ വന്നൊരു QR കോഡ് വെച്ചിട്ടൊക്കെ കയറിപ്പോയി 1499 ഒക്കെ അടച്ചു. പക്ഷെ എന്നിട്ടും പറ്റില്ല. ഇന്ന് ഞാൻ എന്നോട് ഇത് അശ്വിൻ അതിൻ്റെ ഫാനാണ്. എന്നോട് ചോദിച്ചാൽ പഞ്ചായത്ത് കണ്ടോ? അപ്പോൾ ഇല്ല, കാണാൻ പറ്റില്ല, ഫോണിലും ലോക്കായി കിടക്കുക, ടി വിയിലും പറ്റുന്നില്ല. അങ്ങനെ നമ്മൾ കിംസിലിരുന്നപ്പോഴത്തേക്ക് പുള്ളി എനിക്കതൊക്കെ ഒന്ന് ശരിയാക്കി തന്നു. അത് വലിയ ഉപകാരമായി. അപ്പോൾ അത്രയൊക്കെ തന്നെ. ഐ എം സോ ടയേർഡ് ആസ് യൂഷ്വൽ. ഇന്ന് ജിമ്മിൽ പോയില്ല, ബിക്കോസ് ഒത്തിരി വേറെ പണിയുണ്ടായിരുന്നു. ഐ മിസ് ജിം ആക്ച്വലി. നാളെ സൺഡേ പിന്നെ ജിമ്മും ഇല്ല. നാളെ ഒരു റിലാക്സിങ് ഡേ ആണ്. രാവിലെ ധൃതി വെച്ചൊന്നും എണീക്കണ്ട. ഹൻസ് പറയുന്ന കേട്ടോ അവരുടെ കോളേജ് ജൂലൈ തൊട്ട് 9:30 എന്നുള്ള 9 o'clock ആക്കുന്നു. അത് കേട്ട് ഞാനിങ്ങനെ അയ്യോ എൻ്റെ അമ്മയും മറ്റേ നമ്മളിപ്പോൾ ഒരു കംഫർട്ട് സോണിലാണ് പോയ 2 വർഷമായിട്ട്. 9 o'clock ആയിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് തന്നെ 9:30 അവിടെ എത്തിയാൽ മതിയല്ലോ. സോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു രാവിലെ എണീക്കാൻ. ലോട്ട് ഓഫ് ടൈം ടു ഡു എവറിത്തിങ്, റിലാക്സ് ചെയ്യാൻ. ചിലപ്പോൾ ഒരു 10 മിനിറ്റ് വെറുതെ ടി വി കാണാൻ വരെ എനിക്ക് സമയം കിട്ടുന്നുണ്ടായിരുന്നു. ഇനി ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ബി ലൈക്ക് ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് 1 year. ആൻഡ് വൈകുന്നേരം 4 o'clock വരെയെന്ന്. എന്തിനാണോ എന്തോ എനിക്ക് അറിഞ്ഞുകൂടാ. മാനേജ്മെൻറ്റിൻ്റെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ വൈ ഇറ്റ്സ് ലൈക്ക് ദാറ്റ് ആൻഡ് ഡോണ്ട് യു തിങ്ക് ഇറ്റ് ബി ബിറ്റ് ഡിഫിക്കൽട്ട്? പഴയ ടൈം മതിയായിരുന്നു കേട്ടോ, ഇത് വേണ്ടായിരുന്നു. അപ്പോൾ ഓക്കെ, ദാറ്റ്സ് ഓൾ. സീ യു സൂൺ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ. ഞാൻ കുളിക്കാൻ പോകാൻ തുടങ്ങുമ്പോൾ ഹൻസുവിനോട് പറഞ്ഞു. ഇപ്പോൾ രാത്രി ഒത്തിരി ലേറ്റായി, ഓൾമോസ്റ്റ് 11 o'clock കഴിഞ്ഞു തോന്നുന്നു. മുട്ട എന്നെ കഴിച്ചില്ല, മുട്ട കഴിക്കാൻ കൊതിയാവുന്നു, മുട്ട ആക്കി തരാമോ എന്ന് വെച്ചു. നമ്മളെങ്കിൽ ഹൻസു അടുക്കളയെല്ലാം ക്ലീൻ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി പറ്റത്തില്ല. അവൾ പക്ഷെ എൻ്റെ പാവം പോലെ നോക്കി.
അങ്ങനെ ഞാനൊന്ന് കയറി പാവത്തിന് ഒരു ബുൾസൈ ആക്കി കൊടുക്കാൻ വെച്ചു. 3 മുട്ട വെച്ചിട്ട് ബുൾസൈ. ഞാൻ പറയില്ലേ, ഞാൻ ഇന്ന് ആ കടയിൽ നിന്ന് ഒരു മുട്ട വാങ്ങിച്ചില്ലേ, നല്ല ഡാർക്ക് ഓറഞ്ചാണ് അതിൻ്റെ മഞ്ഞക്കരു. കാണിച്ചു തരാവേ. നോക്കിയേ, കുഞ്ഞാണ്, ബട്ട് ഇറ്റ്സ് നൈസ് ഡാർക്ക് ഓറഞ്ച്. എടുക്കട്ടെ? ബേബിയുടെ പ്ലേറ്റ് കാണിക്കേ, ഞാൻ വെച്ച് തരാം. ഓക്കെ, ബേബി വീഡിയോ എടുക്കുക. ബേബി അല്ല, ഹൻസിക്ക. താങ്ക് യു. വെൽക്കം. ഐ ലവ് എഗ്. അയ്യോ, ഞാൻ തന്നെ കാണാം. ഓക്കെ, ഇത് അഡീഷണൽ ഫുട്ടേജസ് ആയിരുന്നു. അപ്പോൾ ഗുഡ് നൈറ്റ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.